കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് സിഗരറ്റ് പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കണേ. അപ്പൊ സിഗരറ്റ് പാൻറ് നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ ബെൽറ്റ് വെച്ചിട്ടും ബാക്കിൽ എലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 2 പോക്കറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 1 പോക്കറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് സിഗരറ്റ് പാൻറ് ഒരുപാട് രീതിയിൽ ചെയ്യാം. ഇപ്പോ ഞാൻ നിങ്ങൾക്കൊരു എളുപ്പമുള്ള ഒരു രീതിയിൽ സിഗരറ്റ് പാൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. പിന്നെ ഞാൻ പറഞ്ഞു തരുമ്പോൾ കുറച്ച് കണക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞു തരുന്നത്. അത് കാണുമ്പോൾ നിങ്ങളിങ്ങനെ അയ്യോ ഇതെന്ത് കണക്ക്, ഇങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണക്ക് പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എവിടേക്കോ എത്തിപ്പെട്ടേനെ. ഇനിയിപ്പോ അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിന് തച്ച് കൊടുക്കാനാണ് പഠിക്കുന്നത്, അല്ലേ? നമുക്ക് മാത്രം തച്ചിടാനാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തച്ചിടാം, ആരും ഒന്നും പറയില്ല. പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് പല തരത്തിലുള്ള ആൾക്കാരാണ്. ചിലർ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ ചില കസ്റ്റമേഴ്സ് അയ്യോ എന്റെ 1000 രൂപയുടെയും 2000 രൂപയുടെയും തുണിനെ നശിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പൊ അത് നമ്മളെ കോൺഫിഡന്റിനെ ബാധിക്കും. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ എങ്ങനെ കണ്ണിങ് ആയിട്ട് തെച്ചാലും ചെറിയ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാകും. പക്ഷെ ആ ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കുകളിലൂടെ ഈ കട്ടിങ് പഠിക്കുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ കണക്കുകളില്ലാതെ ഇപ്പൊ ഒരു നോർമലായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലവർക്ക് ശരിയാകും, ചിലവർക്ക് ശരിയാകില്ല. അപ്പൊ ചിലര് നല്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും. ചിലര് നമ്മളെ ബിസിനസ് തന്നെ ഇല്ലാതായി പോകും. അവര് അടുത്ത ആളുകളടുത്ത് ചെന്ന് പറയും, അവരേൽ തയ്ക്കാൻ കൊടുത്ത് എന്റെ തുണി നാശാക്കി തന്നു എന്ന് പറയും. അപ്പൊ നമുക്കത് നമ്മളെ ബിസിനസിനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കട്ടിങ്ങിൽ ചില കണക്കുകളുണ്ട്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിസ്സാരമായ കണക്കുകളാണ്. അത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിഗരറ്റ് പാൻറിന് നമ്മൾ എടുക്കുന്ന അളവുകൾ എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്, വയറ്, പിന്നെ ഹിപ്പ്, കാൽ റൗണ്ട്, ഇത്ര അളവുകളാണ് നമുക്ക് വേണ്ടുന്നത്. നിങ്ങളുടെ അളവിന് ഒരു തുണി എടുത്ത് തച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഇട്ട് നോക്കുക. അപ്പോഴാണ് അതിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് 33 ഇഞ്ചാണ്. ഇത് നമ്മൾ സിഗരറ്റ് പാൻറ് ആയതുകൊണ്ട് തന്നെ ഫുൾ ലെങ്ത് നമുക്ക് ആവശ്യമില്ല. കുറച്ച്, ഇതിപ്പോ കാലാണെങ്കിൽ കാലിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറി നിൽക്കണം. അതാണ് സിഗരറ്റ് പാൻറിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 33, വയറ് 44, ഹിപ്പ് 49, കാൽ റൗണ്ട് എന്ന് പറയുന്നത് 15. ഇതില് നമ്മൾ പിന്നെ എലാസ്റ്റിക് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ എലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക്കിന്റെ അളവിന് ഇപ്പൊ നമ്മൾ ഒരു 1.5 ഇഞ്ച് എലാസ്റ്റിക് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എലാസ്റ്റിക്കിന് നമ്മൾ മടക്കുമല്ലോ, 1.5 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കുമ്പോൾ 1.5യും 1.5യും 3 ഇഞ്ച് കിട്ടും. അവിടെ ഈ കാലിന്റെ ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചും കൂടി നമ്മളിങ്ങനെ മടക്കൂലേ, അപ്പൊ അതും കൂടി ചേർത്തിട്ടാണ് ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിച്ചൊന്ന് നോക്കണേ. ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം തുണി ഒന്ന് ലെവൽ ചെയ്യുക. തുണി ലെവൽ ചെയ്തതിന് ശേഷം ഇപ്പൊ ഞാൻ 1.5 ഇഞ്ചിന്റെ എലാസ്റ്റിക് ആണ് എടുക്കുന്നത്. നിങ്ങൾ 1 ഇഞ്ചിന്റെ ആണ് എലാസ്റ്റിക് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, 2 ഇഞ്ചും 1/2 ഇഞ്ചും കൂടി കൂട്ടണം, 2.5 ഇഞ്ച്. ഞാനിപ്പോ 1.5 ഇഞ്ചിന്റെ എലാസ്റ്റിക് എടുക്കുന്നത് കൊണ്ട് തന്നെ 3 ഇഞ്ചും 3.5 ഇഞ്ചും ഇവിടെ അടയാളപ്പെടുത്തും. 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് ലെവൽ സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഫുൾ ലെങ്ത് അടയാളപ്പെടുത്തുന്നു. 33 ഇഞ്ച് ഫുൾ ലെങ്ത് അടയാളപ്പെടുത്തുന്നു. ഫുൾ ലെങ്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം
ഒരു 2 ഇഞ്ച് ലെങ്ത് കൂടി അടയാളപ്പെടുത്തണേ. 2 ഇഞ്ച്. കാരണം എന്താണ്, കാലിങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട്, കാല് മടക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച്. അപ്പൊ ഫുൾ ലെങ്ത് നമ്മൾ എത്ര എടുത്തു? ഫുൾ ലെങ്ത് 33 ഇഞ്ചാണ്. അതിന്റെ കൂടെ എലാസ്റ്റിക്കിന്റെ ഒരു 3.5 ഇഞ്ച്. ഈ 3.5 ഇഞ്ച് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. നിങ്ങൾ എടുക്കുന്ന എലാസ്റ്റിക്കിന്റെ ഇരട്ടിയും പിന്നെ ഒരു മടക്ക് കൂടി മടക്കാനുള്ള ഒരു 1/2 ഇഞ്ച്, അതാണ് ഈ ഒരു അളവെന്ന് പറയുന്നത്. പിന്നെ കാലിന്റെ ഇവിടെ മടക്കുന്നതിന്റെ 2 ഇഞ്ച്. മൊത്തം എത്രയാണ്? 36, 38.5. ലെങ്ത് നമ്മൾ എടുത്ത എത്ര? 38.5. ഇനി നമുക്ക് ഇൻസൈഡ് കണ്ടുപിടിക്കണം. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ബട്ട് മുതൽ വയറ് വരെയുള്ള ആ ഒരു റൗണ്ട് നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് നമ്മൾ ഹിപ്പ് എടുക്കണം. ഹിപ്പിന്റെ കൂടെ ഇവിടെ ഹിപ്പ് എത്രയാണ്? 49. 49ന്റെ കൂടെ 10 ഇഞ്ച് കൂട്ടണം. ഈ 10 ഇഞ്ചിന്റെ കൂടെ, അപ്പൊ 49ന്റെ കൂടെ 10 ഇഞ്ച് കൂട്ടി 59, 59ന്റെ 4/1. അതാണ് നമുക്ക് ഹിപ്പ് ഇൻസൈഡ് വരുന്നത്. അപ്പൊ 59ന്റെ 4/1 എത്രയാണ്? 14.75. ആ 14.75 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തണം. ഇവിടെ അടയാളപ്പെടുത്തണോ? ഇല്ല. ഈ എലാസ്റ്റിക്കിന്റെ ഭാഗം നമ്മൾ വിട്ടതിന് ശേഷം 14.75 ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താം. കണ്ടോ? ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇത് നമ്മൾ വരയ്ക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? കാൽമുട്ട് നമ്മൾ വേണമെങ്കിൽ ബോഡി മെഷർമെന്റിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇനി അതൊന്നും ബോഡി മെഷർമെന്റിൽ നിന്ന് നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസൈഡ് വെച്ച് നിർത്തിയിരിക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവിന്റെ ഹാഫ് എടുത്തതിന് ശേഷം എടുത്തിട്ട് ഒരു 1-1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റുക. ഞാനിവിടെ 1.5 ഇഞ്ച് മുകളിൽ കയറ്റുന്നു, അടയാളപ്പെടുത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? കാലിന്റെ മുട്ട്, ഈ സിഗരറ്റ് ബാൻഡിന് നമുക്ക് മുട്ടളവ് കൂടി വേണം. ഓക്കെ. ഇനി നമ്മൾ എന്താണ് അളക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസൈഡിന്റെ വീതി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിലും നമുക്ക് എന്താണ് വേണ്ടത്? ഇൻസൈഡിന്റെ വീതി കണ്ടുപിടിക്കാൻ ഹിപ്പിന്റെ 4/1 എടുക്കുക. ഹിപ്പിന്റെ 4/1 എത്രയാണ്? 12.25. ഈ 12.25ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 ഇഞ്ച് കൂടി കൂട്ടണേ. 12.25ന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 14.25 ആണ്. 14.25. ഇഞ്ചാണ് നമുക്ക് എന്ത് വരുന്നത്? കണ്ടോ? ഹിപ്പിന്റെ ഇൻസൈഡിന്റെ വീതി എന്ന് പറയുന്നത്. ഇനി 14.25ന്റെ ഹാഫ് കണ്ടുപിടിക്കാം. 14.25ന്റെ ഹാഫ് എന്ന് പറയുന്നത് 7 1 പോയിന്റുമാണ്. അപ്പം ആ ഒരു 7 1 പോയിന്റും നമ്മൾ എല്ലായിടത്തും അടയാളപ്പെടുത്തണം. അതിൻ്റെ സെൻറ്റർ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റളവുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതങ്ങോട്ട് എല്ലായിടത്തും ഈ സെന്റർ അങ്ങോട്ട് നമുക്ക് വരയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ കാൽമുട്ടിന്റെ വണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എത്രയാണ് എടുത്തത്? 14.25 അല്ലേ? ഈ 14.25 നിന്ന് ഒരു 3.5 ഇഞ്ച് നമ്മൾ ലെസ് ചെയ്താൽ മതി. അപ്പൊ 10.25 വരും. 10.25 ഈ കാൽമുട്ടായിട്ട് വരും. കാൽമുട്ടിന്റെ വണ്ണം 10.25
മുക്കാലിന്റെ രണ്ടിലൊന്ന് എടുക്കാം. 10.25 രണ്ടിലൊന്ന്. 5 5ഉം 3 പോയിന്റ് 4 പോയിന്റ് 5ഉം 4 പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തുന്നു. 5ഉം 4 പോയിന്റ് നമ്മൾ ഇവിടെയും അടയാളപ്പെടുത്തുന്നു. ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി കാലിന്റെ ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് 15 ആണ്. 15ന്റെ രണ്ടിലൊന്ന് 7.5. 7.5യുടെ പകുതി 7.5യുടെ പകുതി 3.5യും 2 പോയിന്റും 3.5യും 2 പോയിന്റും. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കണേ. ഇതിപ്പോ എലാസ്റ്റിക് വെച്ച പാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കർവ് നമ്മൾ കൊടുക്കാറുണ്ട്. കർവ് നമ്മൾ ഇത്രയും ഇങ്ങനെ ഒരു കർവ് നമ്മൾ കൊടുക്കണ്ട, എന്നാൽ ഒരു ചെറിയ കർവ് ഇങ്ങനെ നമ്മളൊന്ന് കൊടുക്കുന്നേ. ഒരു ചെറിയ, എന്നിട്ട് ഈ ലെങ്ത് കണ്ടോ, ഈ ലെങ്തും ഇതും ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ഭാഗവും ഇവിടുത്തെ അളവും ഒന്നിച്ച് ഇങ്ങനൊന്ന് വരയ്ക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുന്നു. ഇതിനാണ് നമ്മൾ കർവ് സ്കെയിൽ വാങ്ങണം എന്ന് പറഞ്ഞത്. ഇതുപോലുള്ള അളവുകൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കെയിൽ നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ലൈനും ഈ ലൈനും കൂടി ഒന്നിച്ച് ഇങ്ങനെ വരുന്ന രീതിയിൽ വരയ്ക്കാം. ഓക്കെ, കണ്ടോ? ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറിന്റെ ഭാഗം നമ്മൾ എടുക്കുന്ന സമയത്ത് ബെൽറ്റ് ഒക്കെ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബെൽറ്റ് ഉള്ള ഭാഗമാണെങ്കിൽ നമ്മൾ വയറിന്റെ 1/4 ഇഞ്ചും 1 ഇഞ്ച് അയവുമാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. അപ്പൊ വയറെന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. 44ന്റെ 1/4 എടുക്കുക. 1/4 എന്ന് പറയുന്നത് 11ആണ്. ഈ 11ന്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിയിടുക. 11 3 14. ആ 14 നമ്മൾ ഇവിടെ എടുക്കണം. എന്തിനാണ് ആ കൂട്ടിയിട്ടെന്നുള്ളത് മനസ്സിലായല്ലോ? നമുക്ക് എലാസ്റ്റിക് കൊടുക്കാനുള്ളതാണ് അല്ലെ? ഈ എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലൂസ് അവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നു. ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ വരച്ചു പോവേണ്ടത്. ഈ ഒരു ഭാഗം ഈ ഒരു കർവ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്യാണ്. ഈ ഭാഗം ഓപ്പൺ ആണ് കേട്ടോ. ഫ്രണ്ടിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മള് ഈ തുണിനെ അങ്ങനെ തന്നെ തിരിച്ചിടുന്നു. തിരിച്ചിട്ടിട്ട്
ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെവൽ ചെയ്യുന്നു. ലെവലാക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് താഴ്ത്തി വേണം നമ്മൾ തുണി ഇടേണ്ടത്. ഫ്രണ്ട് തുണി ഫ്രണ്ടിന് നമ്മൾ കട്ട് ചെയ്തില്ലേ ഒരു പീസ്, ആ പീസ് നമ്മൾ ഇടുമ്പോ എന്ത് ചെയ്യണമെന്നറിയാവോ, ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ ഇടണം. ഇതെന്തിനാണ് ഇങ്ങനെ ഇടുന്നത് എന്നറിയാമോ? സെന്റർ ഭാഗം കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോണേ. ഈ സെന്റർ ലൈനും 7.5 ഉണ്ടോന്ന് നോക്കണേ. എല്ലാ ഭാഗത്തും 7.5. ഓക്കെ. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഇറക്കി വെച്ചത് എന്തിനാണെന്നറിയാമോ? ഇവിടെ നിന്ന് നമ്മൾ ബാക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. എന്തിനാണ് ബാക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്നറിയാവോ? നമ്മള് പാന്റ് തയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പാന്റ് ഈ സിഗരറ്റ് പാൻ്റൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയം ബാക്ക് ഇങ്ങനെ ഇറങ്ങി പോകാറുണ്ട്. ആ ഒരു ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ ഈ ലൈനുകൾ തമ്മിൽ യോജിപ്പിക്കാം. ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. ഈ ലൈനിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. ഇവിടെയും 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. ഓക്കെ. ഈ സൈഡ് എന്ന് പറയുന്ന കറക്റ്റ് ഇങ്ങനെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകണം. ഇത്രേ ഉള്ളൂ. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് സിഗരറ്റ് പാന്റ് ബെൽറ്റ് പിന്നെ എലാസ്റ്റിക് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് എലാസ്റ്റിക് പാന്റ് സിഗരറ്റ് പാന്റ് കട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ വരച്ചോളണേ. ഇനി ഇവിടെ നമുക്കൊരു സ്ലിറ്റിന്റെ ആവശ്യമുണ്ട്. ഇവിടെ നമുക്കൊരു 2 ഇഞ്ച് സ്ലിറ്റിന്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ സ്ലിറ്റ് വരും. ഓക്കെ. ഈ ഒരു നോച്ചിന്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.